Hi all, good morning. So let's start data structure using C. സോ ഇന്ന് നമുക്ക് ജസ്റ്റ് മൊഡ്യൂൾ 1 കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഡാറ്റ സ്ട്രക്ചർക്ക്. നിങ്ങൾ മുമ്പ് ഡാറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എനിവേ പലരും പല ടൈപ്പ് ആളുകളാണ്, ഒരുപാട് പല ടൈപ്പ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമായിരിക്കും, ചിലർക്ക് തീരെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കുമായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തരാം ഡാറ്റ സ്ട്രക്ചർ എന്താണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇങ്ങനെ അതിലേക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാം. ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ 1 എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, എലിമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ, ദെൻ ഡാറ്റ സ്ട്രക്ചർ ഡെഫിനിഷൻ, data type wise data structure, categories of data structure operations, applications of data structures, algorithms, complexity and time space tried on big O notation, then string introduction, string operations, pattern matching algorithms. ഓക്കെ, ഇത്രയാണ് മൊഡ്യൂൾ 1 അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കിടക്കാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം, എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന്. വൈ നീഡഡ്, എന്തുകൊണ്ടാണ് നമുക്ക് ഡാറ്റ സ്ട്രക്ചർ? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന നമുക്ക് എന്തിനാണ് ഡാറ്റ സ്ട്രക്ചർ, എന്തുകൊണ്ടാണ് അതൊരു ആവശ്യമായിട്ട് വന്നത്? കാരണം നമ്മൾ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ പ്രോഗ്രാമായാലും എന്ത് ചെയ്യുമ്പോൾ അത് ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കും, എന്നിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിനൊരു ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഡാറ്റയല്ല നമുക്ക് ചെയ്യാം, ഒരുപാട് ഡാറ്റ ചെയ്യാൻ വരുമ്പോൾ അതൊരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കണം അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ സ്കാറ്റർഡായി കിടക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വേരിയബിൾ a = 103 കൊടുത്തു, ഇൻറ്റ് a = 103. സോ വേറെ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ വാല്യൂസൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാം കൂടി സെയിം സിമ്പിൾ വേരിയബിളിൽ പോരാ. നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസും വാല്യൂസൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അത്തരം ലിസ്റ്റ് ഓഫ് വാല്യൂസ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ വേരിയബിൾക്ക് എല്ലാം സേവ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത്തരം സമയത്ത് നമുക്കൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആവശ്യമാണ് ഇത്തരം ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് കോൾഡ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഒരു ഡാറ്റയല്ല, ഒരുപാട് ലിസ്റ്റ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ടൈമിൽ അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സ്ട്രക്ചറിൽ നമുക്ക് വേണം സ്റ്റോർ ചെയ്യാൻ. അല്ലാതെ സ്കാറ്റേർഡായി കിടക്കാൻ പാടില്ല. ആ ഡാറ്റയൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫിസ്റ്റിക്കേറ്റഡ് സ്ട്രക്ചർ വേണം, ഒരു ഓർഗനൈസ്ഡ് വേയിൽ അത് സ്റ്റോർ ചെയ്യണം. അതിൻ്റെ പേരാണ് ആ സോഫിസ്റ്റിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഡാറ്റ സ്ട്രക്ചർ. സോ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതൊരു സിമ്പിൾ ഡെഫിനിഷൻ പറയുന്നത്. ഡെഫിനിഷൻസ് പല വേസിൽ പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് സിമ്പിൾ വേയിൽ പറയാം. ഡാറ്റ സ്ട്രക്ചർ, ഓക്കെ, നമ്മൾ മെമ്മറിയിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് ഡാറ്റ സ്ട്രക്ചർ. അത്രയേ ഉള്ളൂ. നമ്മൾ മെമ്മറിയിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ. സോ അത് നമുക്ക് ഡാറ്റ എഫിഷ്യൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിലൂടെ. ഫോർ എക്സാമ്പിൾസ് അരേസ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, സ്റ്റാക്ക്, ക്യൂ, എക്സെട്ര. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന് 2 ഫോംസ് ഉണ്ട്, ഇൻ്റർഫേസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കാം. ഒരു ഡാറ്റ സ്ട്രക്ചറിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ബേസിക് ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർഫേസ് ആണ്. ഫോർ എക്സാമ്പിൾ അരേ സപ്പോർട്ട് ചെയ്യും, ഐട്രേഷൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ നമുക്കൊരു പെർട്ടിക്കുലർ എലമെൻറ്റ്, ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് വാല്യൂയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഡാറ്റ എലമെൻറ്റ് ആക്സസ് ചെയ്യാനും നമുക്ക് പോസിബിളാണ്. അതൊക്കെ ഇൻ്റർഫേസിലൂടെയാണ് പോസിബിൾ ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ് അരേ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്ങാണ് അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, മാജി, രാജ്, രേഖ എന്ന് പറഞ്ഞ് 3 വാല്യൂസും കൊടുത്തു. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഓരോ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ മാജിന്ന് നമ്മൾ കൊടുത്തൊരു വാല്യൂ കൊടുത്താൽ അതൊരു സ്പെസിഫൈഡ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണമല്ലോ, അല്ലാതെ അത് അപ്പോൾ തന്നെ ഇറേസ് ആയി പോകാൻ പാടില്ല. അപ്പോൾ മാജി നമ്മൾ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് രാജാണ്, രാജ് സ്റ്റോർ ചെയ്തു. ദെൻ രേഖ, 3 വാല്യൂസ് നമ്മൾ കൊടുത്തു. ഈ 3 വാല്യൂസും 3 ഇടത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനൊക്കെ സ്പേസ് വേണം നമ്മളുടെ മെമ്മറിയിൽ, CPU-ൽ. സോ ഓരോന്നിനും നമ്മൾ ഓരോ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഹിയർ മാജിക്ക് നമ്മൾ 0th പൊസിഷൻ കൊടുത്തു, രാജിന് 1st പൊസിഷൻ, രേഖക്ക് 2nd പൊസിഷൻ, അങ്ങനെ 3 പൊസിഷൻസായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡെക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എല്ലാ കാര്യവും സ്റ്റാർട്ട് ചെയ്യുന്ന 1st, 2nd അങ്ങനെയല്ല തുടങ്ങുക. പക്ഷേ ഇൻഡെക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ 0th വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 0th വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
മാസിയാണ്. അപ്പോൾ 0th എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് 0th എലമെൻ്റ് ആണ്. പിന്നെ വരുന്ന എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ആണ്. നമ്മൾ സെക്കൻഡ് എന്ന് കരുതുന്ന സാധനം ഫസ്റ്റാണ്. പിന്നെ സെക്കൻഡ് ആകുമ്പോൾ തേർഡാണ്. തേർഡ് എലമെൻറ്റ് നമ്മൾ കരുതുന്നത് സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്ന് മൈനസ് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസി, രാജ്, രേഖ, അതിന് പകരം 1 2 3 എന്നാണെങ്കിൽ ചിലർ, എല്ലാവരും ഞാൻ പറയില്ല, ചിലർക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകാതെ. കാരണം ഫസ്റ്റ് എന്ന് പറയുന്നത് ആ 1 എന്ന് പറഞ്ഞ നമ്പർ ഉള്ളത് 0th പൊസിഷനിലാണ്, 2 എന്ന് പറഞ്ഞ നമ്പർ ഉള്ളത് ഫസ്റ്റ് പൊസിഷനിലാണ്, 3 എന്ന് പറഞ്ഞ നമ്പർ ഉള്ളത് സെക്കൻഡ് പൊസിഷനിലാണ്. എന്ന് വെച്ചാൽ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0 to 1 2 3 അങ്ങനെയും നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരു പക്ഷേ 1 2 3 ആണ്, അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ ഇപ്പോൾ ഇതുപോലെ മാസി, രാജ്, രേഖ അങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മാസി, നിങ്ങൾ ഈ ചെറിയൊരു എക്സാമ്പിൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ മാസി ആകുമ്പോൾ ആ 0th എലമെൻ്റ് ആണ് മാസി, പിന്നെ വരുന്ന ഫസ്റ്റ് എലമെൻറ്റ്, പിന്നെ വരുന്ന സെക്കൻഡ് എലമെൻറ്റ്, അങ്ങനെയാണ്. അപ്പോൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് നമ്മുടെ അറേ പോകുന്നത്. അപ്പോൾ ആക്സസ് ചെയ്യാൻ ഈസിയാണ്. ദെൻ നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഡാറ്റ, നമ്മൾ ഈ കൊടുക്കുന്ന ഒരുപാട് ഡാറ്റ ഇപ്പോൾ കൊടുത്തു പറഞ്ഞില്ലേ, ഈ കൊടുക്കുന്ന ഡാറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, ഇൻറ്റേർണലി എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് ഈ ഇംപ്ലിമെൻറ്റേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെ സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ അരേ, നമ്മളിപ്പോൾ അരയാണ് എല്ലാത്തിലും എക്സാമ്പിളായി എടുക്കുന്നത്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ കൂടെയാണ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് വൺ ആഫ്റ്റർ അനദർ ആണ്. ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് വാല്യൂ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ ഇടങ്ങ സ്റ്റോർ. ഇപ്പോൾ മാസി, രാജ്, രേഖ അതൊക്കെ ഒരു ഓർഡറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാ മെമ്മറി ലൊക്കേഷൻസും കോൺസിക്യൂട്ടീവ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാസി എന്ന് പറഞ്ഞാൽ 0th പൊസിഷനാണ്, രാജ് ഫസ്റ്റ് പൊസിഷനാണ്, രേഖ സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ നല്ലൊരു ഓർഡർ ഉണ്ട്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ അതല്ലാത്ത കേസുകളുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ 2 ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഫോംസ് പറഞ്ഞു, ഇൻ്റർഫേസ്, ഇംപ്ലിമെൻറ്റേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്സ് ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ. ഒന്ന് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, സെക്കൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ അത് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും സീക്വൻഷ്യൽ ഓർഡറിലാണ്. എന്ന് വെച്ചാൽ ആരേസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, വൺ ആഫ്റ്റർ അനദർ ആയിട്ടാണ് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നതും അങ്ങനെ വൺ ആഫ്റ്റർ അനദർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനും ഈസിയാണ്, വൺ ആഫ്റ്റർ അനദർ ആയിരിക്കും. അപ്പോൾ ആക്സസിങ് ഈസിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാം നമ്മുടെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്, ദ സെക്കൻഡ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഒരിക്കലും ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നതിൽ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കില്ല. ഒരു സീക്വൻഷ്യൽ ഓർഡർ ഇല്ലാതെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സസ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആകെ അവർ തമ്മിലുള്ളൊരു നമുക്കുള്ളൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ മറ്റൊരു ഡാറ്റയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഒരു ഡാറ്റ ഐറ്റം വേറൊരു ഡാറ്റ ഐറ്റമായിട്ട് റിലേറ്റഡ് ആയിരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ട്രീ, ഗ്രാഫ്, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രീയും ഗ്രാഫൊക്കെ. സോ നമുക്ക് ഇത്രയാണ് ഡാറ്റ സ്ട്രക്ചറിൽ പറയാനുള്ളതെന്ന്